നെപ്പോളിയൻ ബോണപ്പാർട്ട്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരനായ പടയാളി. ശക്തനായ ഭരണാധികാരി. അദ്ദേഹം വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങൾ അനവധി. ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട രോമാഞ്ചജനകമായ യുദ്ധങ്ങൾ വിജയത്തിലേക്ക് നയിച്ച സർവ്വസൈന്യാധിപൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിലെ പരാജയം. 1815 ജൂൺ 18 അജയ്യമെന്ന് കരുതപ്പെട്ടിരുന്ന നെപ്പോളിയൻ്റെ സൈന്യം വെല്ലിംഗ്ടൺ ഡ്യൂക്കിന് മുമ്പിൽ അടിയറവ് പറഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഗതി മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട സുപ്രധാനമായ സംഭവം വാട്ടർലൂവിലെ നെപ്പോളിയൻ്റെ പരാജയം. നെപ്പോളിയനെക്കുറിച്ച് ആരോഗ്യ വിചാരത്തിൽ പ്രതിപാദിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കാൻ കെൽപ്പുണ്ടായിരുന്ന നെപ്പോളിയൻ്റെ ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിലെ പരാജയത്തിൻ്റെ കാരണം വിശദീകരിക്കുന്ന ചരിത്രകാരന്മാർ പറയുന്ന ഒരു പ്രധാന കാരണമുണ്ട്. അതായത് അദ്ദേഹത്തിന് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കുരുവിൻ്റെ അസുഖം, അത് കലശലാവുകയും അദ്ദേഹത്തിന് ടെൻറ്റിൽ നിന്ന് പോലും ഇറങ്ങാൻ സാധിക്കാത്ത വിധം ബ്ലീഡിങ്ങും എല്ലാമായി ടെൻറ്റിൽ തന്നെ ആയിരുന്നുവെന്നും അതാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഒരു കാരണമെന്നാണ്. അപ്പോൾ അതായത് ലോകത്തിൻ്റെ ഗതി തന്നെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട നെപ്പോളിയൻ്റെ ഈ പരാജയത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന അസുഖമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല പ്രേക്ഷകരും പലപ്പോഴും ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്കിന്ന് പൈൽസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പൈൽസ് എന്നത് ബോൾ എന്നർത്ഥമുള്ള ഒരു ലാറ്റിൻ വാക്കാണ്. മലാശയത്തിലെ സിരകൾ വീർത്ത് ഒരു ബോൾ പോലെയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പൈൽസ് രോഗമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പറയാം. പൈൽസ് രോഗം വളരെ സാധാരണമായ ഒരു രോഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 3 പേരിൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൈൽസ് രോഗം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ ഏകദേശ കണക്കനുസരിച്ച് 10ൽ ഒരാൾക്കെങ്കിലും എപ്പോഴെങ്കിലും പൈൽസ് രോഗം പിടിപെടും എന്നാണ് കണക്ക്. അപ്പോൾ 10ൽ ഒരാൾക്ക് എന്ന തോതിൽ അല്ലെങ്കിൽ അത്ര വളരെ സാധാരണമായി കാണുന്ന ഈ പൈൽസ് രോഗം എന്താണ്, അത് എങ്ങനെയെല്ലാമാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. വയറിനുള്ളിലെ ആന്തരാവയവങ്ങളുടെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആമാശയം, കരള്, കുടല് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. വൻകുടലെന്ന് പറയുന്നത് ഇവിടെ ആരംഭിക്കുന്നു, വലതുവശത്തായി ആരംഭിച്ച് ഇവിടെ എത്തി മലാശയമായി മലദ്വാരമായി, ഇതാണ് വൻകുടൽ. ഈ മലദ്വാരത്തിനുള്ളിലാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഉണ്ടാകുന്നത്. ആരംഭദശയിൽ ഇവിടെയുള്ള സിരകളുടെ ഒരു വെറും വീക്കം മാത്രമായിരിക്കും പൈൽസ്. അതിനുശേഷം ഇത് വലുതാകുന്നതനുസരിച്ച് പൈൽസ് മലദ്വാരത്തിന് പുറത്തേക്ക് വരികയും ചിലപ്പോൾ തൊലി കൊണ്ടത് മൂടപ്പെടാൻ സാധ്യതയുമുണ്ട്. പലതരം ഗ്രേഡുകളായിട്ട് പൈൽസ് രോഗത്തിൻ്റെ സിവിയറിറ്റി അഥവാ അതിൻ്റെ കാഠിന്യത്തെ നമ്മൾ കണക്കാക്കാറുണ്ട്. ഗ്രേഡ് 1 എന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സിരകൾ മൂലമുണ്ടായ ഒരു ചെറിയൊരു ബോൾ അകത്തുണ്ട്. അതാണ് ഗ്രേഡ് 1. ചിലപ്പോൾ അത് രക്തസ്രാവം ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ അത് വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കാം. ഗ്രേഡ് 2 എന്ന പൈൽസിൽ ഈ മുഴ താഴേക്ക് തള്ളി വരികയും അതേസമയം തനിയെ അത് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. ഗ്രേഡ് 3ൽ ഈ മുഴ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് രോഗി തന്നെ തള്ളിക്കയറ്റി കൊടുക്കണം മലവിസർജ്ജനത്തിന് ശേഷം. ഗ്രേഡ് 4 പൈൽസ് ഏറ്റവും കാഠിന്യമേറിയ പൈൽസ്, അതിൽ ഈ മുഴ പുറത്ത് മാത്രമായി നിൽക്കും. ഇങ്ങനെ ഗ്രേഡ് 1 മുതൽ 4 വരെയാണ് പൈൽസിൻ്റെ കാഠിന്യങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ പൈൽസ് അതിൻ്റെ കാഠിന്യമനുസരിച്ച് വിവിധ ഗ്രേഡുകളിലുണ്ടാകാം. പൈൽസിൻ്റെ ഒരു പ്രധാന ലക്ഷണം രക്തം പോവുകയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എന്നിരുന്നാലും ആനസിലൂടെയുള്ള എല്ലാ രക്തസ്രാവങ്ങളും പൈൽസ് ആകണമെന്നില്ല. ക്യാൻസർ, കുടലിലെ മുഴകൾ, പരുക്കൾ, വ്രണങ്ങൾ, വിണ്ടുകീറൽ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആനസിലൂടെയുള്ള രക്തസ്രാവം ഉണ്ടാകാം എന്ന് നാം ശ്രദ്ധിക്കണം. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അനേകം കാരണങ്ങൾ കൊണ്ട് മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവം ഉണ്ടാകാം. ഏറ്റവും പ്രധാന കാരണം പൈൽസ് തന്നെ. അതുപോലെ തന്നെ മലദ്വാരത്തിനടുത്ത് വിണ്ടുകീറൽ ഉണ്ടാകാം. ഫിഷർ ഇൻ ഏനോ എന്നാണ് ഈ അസുഖത്തിന് പറയുന്നത്. വളരെ ശക്തിയായ വേദന ഉണ്ടാകും ഈ അസുഖം ഉണ്ടെങ്കിൽ. വേദനയോടുകൂടിയ രക്തസ്രാവമാണ് ഫിഷർ ഇൻ ഏനോ എന്ന് പറയും. അതിനുശേഷം അകത്തേക്ക് പോവുകയാണെങ്കിൽ പ്രായമുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒന്നാണ് കുടലിലുണ്ടാകുന്ന ചില പ്രത്യേക കുരുക്കൾ, ഡൈവേർട്ടിക്കുല എന്ന് പറയും. അതിൽ നിന്നും വളരെ മാസീവായിട്ട് അല്ലെങ്കിൽ വളരെ കഠിനമായ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാകാം.
പിന്നീട് രക്തസ്രാവം ഉണ്ടാകാനുള്ളൊരു കാരണം കൊളൈറ്റിസ് എന്ന് പറയും. കുടലിലുണ്ടാകുന്ന വ്രണങ്ങൾ ആണ്. ഏത് പ്രായക്കാരിലും ഇത് ഉണ്ടാകാം. ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിലെ അനേകം ആൾക്കാരിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതുണ്ടായി കഴിഞ്ഞാൽ മലത്തിനോടൊപ്പമായിരിക്കും രക്തം പോവുക. അതുപോലെ തന്നെ പല പ്രാവശ്യം ഡയറി അല്ലെങ്കിൽ വയറ്റിളക്കം ഉണ്ടാകുക, മലത്തിനോടൊപ്പം കഫം പോവുക, വയറ്റുവേദന ഉണ്ടാകുക, ഇങ്ങനെ പല രോഗലക്ഷണങ്ങളും ഇതിൻ്റേതായി ഉണ്ടാകാം. പിന്നീടുള്ള പ്രധാന കാരണം ക്യാൻസർ ആണ്. ക്യാൻസറിൻ്റെ 2 തരത്തിലുള്ള ക്യാൻസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് മുഴ പോലെ ഉണ്ടായിരിക്കുന്ന ക്യാൻസർ, വേറെ കുടൽ അടച്ചു കളയുന്ന ക്യാൻസർ. ഈ ക്യാൻസർ തന്നെ ഈ പൈൽസ് ഉണ്ടാകുന്ന സ്ഥലത്തിന് തൊട്ട് മുകളിലും വരാം. അപ്പോഴാണ് പലപ്പോഴും പൈൽസായി രക്തസ്രാവത്തെ തെറ്റിദ്ധരിക്കുന്നത്. പിന്നീട് ഉണ്ടാകുന്ന കുടലിലുണ്ടാകുന്ന മുഴകളാണ് പോളിപ്സ് എന്ന് പറയും. അത് ക്യാൻസർ രോഗമാകണമെന്നില്ല. നിരുപദ്രവകരമായ പോളിപ്സ് എന്നാൽ ചിലപ്പോൾ കുട്ടികളിൽ തന്നെ ഉണ്ടാകാം. ഇത്തരം പോളിപ്പുകൾ ചില കുടുംബത്തിൽ അനേകർക്ക് പലരിൽ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപൂർവമായിട്ട് ചിലതരം പോളിപ്പുകളുള്ളവർക്ക് അത് പിന്നീട് ക്യാൻസർ രോഗമായി മാറുകയും ചെയ്യും. ആ പോളിപ്പുള്ളവരിൽ സാധാരണ വയറ്റുവേദന, ചിലപ്പോൾ കുടലിന് തടസ്സം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ വരാം, രക്തസ്രാവം ഉണ്ടായിട്ട് വരാം. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഉണ്ടാകുന്നത് ഈ നമ്മുടെ വൻകുടലും ചെറുകുടലും ചേരുന്ന സ്ഥലത്താണ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ചെറിയ അവയവമുള്ളത്. ഇതാണ് അപ്പൻഡിക്സ്. ഇത് കൂടാതെ ഈ ചെറുകുടലിൻ്റെ അവസാനം ഒരു വിരൽ പോലെ ഒരു അവയവം ഉണ്ടാകും. ഇതിന് മെക്കൽസ് ഡൈവേർട്ടിക്കുല എന്നാണ് പേര് പറയുന്നത്. ആ ഡൈവേർട്ടിക്കുല എന്ന് പറയുന്ന ആ അവയവത്തിൻ്റെ അകത്ത് ചില പ്രത്യേക തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാലും രക്തസ്രാവം ഉണ്ടാകും. കുട്ടികളിലാണ് സാധാരണയായിട്ട് ഇത് കൂടുതലായി കാണാറുള്ളത്. ഇപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള പൈൽസിൻ്റെ പകരമായിട്ടുള്ള സാധാരണ കാരണങ്ങൾ രക്തസ്രാവം ഉണ്ടാകാൻ വേണ്ടിയുള്ളത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് രക്തസ്രാവം ഉണ്ടാകാം. അപ്പോൾ മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് പൈൽസ് രോഗം തന്നെ ആകണം എന്നില്ല, ആവുകയും ആവാം. അപ്പോൾ ഈ പൈൽസ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് മനസ്സിലാക്കാം. രക്തസ്രാവമാണ് പൈൽസിൻ്റെ പ്രധാന ലക്ഷണം. ഈ രക്തസ്രാവം സാധാരണ രീതിയിൽ മലം പോയതിനു ശേഷം ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ സ്പ്ലാഷ് ഇൻ ദ പാൻ എന്നാണ് പറയുന്നത്. ഒരു സ്പ്രേ പോലെ കുറേ രക്തം പുറത്തേക്ക് പോവുകയാണ്. ചിലപ്പോൾ 1-2 ടീസ്പൂൺ ആയിരിക്കാം പോകുന്നത്. അതിന് ചിലപ്പോൾ അതിൽ വലിയ പൈൽസ് ഉള്ളവരിൽ 1/2 കപ്പ് വരെ രക്തം നഷ്ടപ്പെടാം. മലത്തോടൊപ്പവും ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. വേദന എന്ന് പറയുന്നത് പൈൽസിൻ്റെ ലക്ഷണം അല്ല. വേദന ഉണ്ടാകുന്നത് സാധാരണ മലദ്വാരത്തിനടുത്തുള്ള ചില വിണ്ടുകീറലുണ്ടായിട്ട് ഫിഷർ ഇന്നേനോ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. അപൂർവമായി വലിയ പൈൽസ് മലദ്വാരത്തിന് പുറത്തു വന്ന് തിരിച്ചു കടക്കാൻ പറ്റാതെ കുടുങ്ങിക്കഴിയുമ്പോൾ വേദന ഉണ്ടാകാം. പിന്നെയുള്ളൊരു പ്രധാന ലക്ഷണം പുറത്തേക്ക് തള്ളി വരുന്ന മാംസം ആണ്. പൈൽസിൻ്റെ തുടക്കത്തിൽ, അതായത് ചെറിയ ഗ്രേഡുള്ള പൈൽസിൽ ഈ പുറത്തേക്കുള്ള തള്ളൽ കാണണം എന്നില്ല. എന്നാൽ പൈൽസ് വലുതാവുന്നതോടുകൂടി പുറത്തേക്ക് മാംസം തള്ളി വരാം. ചിലപ്പോൾ രോഗി തന്നെ അകത്തേക്ക് ഇത് തള്ളിക്കയറ്റേണ്ടതായിട്ട് വരും. സാധാരണ രീതിയിൽ ഒരു ചെറി അല്ലെങ്കിൽ ഒരു ഗ്രേപ്പിൻ്റെ ഒരു മുന്തിരിയുടെ വലിപ്പത്തിലാണ് ഇത് കാണാറുള്ളത്. വലിയ പൈൽസ് ഉള്ളവരിൽ ഇതിൻ്റെ വലിപ്പം പിന്നെയും കൂടാം. ചിലപ്പോൾ ചിലരിൽ മലദ്വാരത്തിനടുത്തുള്ള തൊലി വികസിച്ച് തൊലിയുടെ ചെറിയ തൂങ്ങലുകളായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിന് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയും, പുറത്തേക്കുള്ള പൈൽസാണ്. ഇതും ഒരു ലക്ഷണമാണ്. നാം ഇതുവരെ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ പൈൽസിൻ്റെ ലക്ഷണമുള്ള ഉദരസംബന്ധമായ മറ്റ് രോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കി. ഇനി ഒരു വ്യക്തിയിൽ പൈൽസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, ഉദാഹരണത്തിന് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്, മറ്റ് ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൈൽസ് രോഗം സാധാരണയായി പാരമ്പര്യമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാന കാരണം പൈൽസിനുള്ളത് മലബന്ധമാണ്. ഈ മലബന്ധം ഉണ്ടാകാനായിട്ട് ആഹാരക്രമത്തിലെ പ്രത്യേകതകൾ, ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് മൂലം, മലബന്ധം ഉണ്ടാക്കുന്ന ചില ഭക്ഷണപദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട്, മാനസിക പിരിമുറുക്കം കൊണ്ട്, ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഉള്ള ടോയ്ലറ്റ് ട്രെയിനിങ്, അതായത് നമ്മൾ മലം പോകാനുള്ള ശീലം ശരിക്കും വളർത്തിയെടുക്കാത്തത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ മലബന്ധം ഉണ്ടാകും. ഇവയെല്ലാം പൈൽസ് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. പിന്നെ പൈൽസ് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ സമയത്താണ്. ഗർഭിണിയാകുന്ന സമയത്ത് പൈൽസ് കൂടുതലുണ്ടാകാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഒന്ന്, ഈ കുട്ടി ഉള്ള ഗർഭപാത്രം സിരകളിൽ നിന്നും അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന സിരകളിൽ അമങ്ങിയിട്ട് രക്തം കെട്ടിക്കിടന്ന് പൈൽസ് ഉണ്ടാവാം. അതുപോലെ ചില ഹോർമോണുകളുടെ പ്രവർത്തനം പ്രഗ്നൻസി സമയത്ത് ഈ സിരകളുടെ മസിൽ വോളിന്, അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തിക്ക് സപ്പോർട്ട് കുറച്ചിട്ട് പൈൽസ് ഉണ്ടാകാം. അപൂർവമായിട്ട് മലാശയത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ ഈ സിരകളിൽ അമർന്നിട്ട് താഴെ പൈൽസ് ഉണ്ടാവാം. പിന്നീടുള്ള കാരണം, മദ്യപാനികളിൽ കരൾ ദ്രവിച്ച് സിറോസിസ് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മലദ്വാരത്തിനവിടുത്തെ സിരകൾ വീർത്തു വന്ന് പൈൽസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വശം,
ഈ പൈൽസ് രോഗം നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? പ്രത്യേകിച്ചും അതിന് സാധ്യത കൂടുതലുള്ള വ്യക്തികളിൽ നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം കൊണ്ടും ആഹാരക്രമത്തിലെ നിയന്ത്രണം കൊണ്ടും ഇത് എത്രത്തോളം നമുക്ക് സാധിക്കും എന്ന് നോക്കാം. പൈൽസ് വരാതെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യം മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. മലബന്ധം ഒഴിവാക്കാനായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, നാരടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. പച്ചക്കറികൾ, ബീൻസ്, അതുപോലുള്ള നാരടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നതോറും നല്ലതായിട്ട് മലം പോവും, പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ അത് യോഗ, മെഡിറ്റേഷനുകളിലൂടെ അതെല്ലാം ശരിയാക്കണം. ഓവർ വെയിറ്റ് ഉള്ളവർ, ഭാരം കൂടുതലുള്ളവർ നടന്നോ അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്ത് ഭാരം കുറയ്ക്കണം. പിന്നെ മലബന്ധം ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ അടുക്ക് വരുന്ന രോഗികൾ പലരും പലതാണ് പറയുന്നത്. മിക്കവാറും ആൾക്കാർ പറയുന്ന ഒന്ന്, കോഴിയിറച്ചി, കോഴിമുട്ട, ഏത്തയ്ക്ക പൊരിച്ചതും അല്ല ഏത്തയ്ക്ക വെറുതെ കഴിക്കുന്നതും, ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾ പറയാറുള്ളത് മലബന്ധം ഉണ്ടാക്കുന്നതായിട്ട്. കാടയിറച്ചി, കാടമുട്ടയും നല്ലപോലെ മലബന്ധം ഉണ്ടാക്കാം. അപ്പോൾ ഇവ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറഞ്ഞത് പൈൽസ് രോഗം ഉള്ള ആളുകളിലാണ്, മറ്റുള്ളവർക്കല്ല. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധമാണ് എല്ലായ്പ്പോഴും ചികിത്സയേക്കാൾ ഉത്തമം. അത് ഏത് രോഗത്തിൻ്റെ കാര്യമെടുത്താലും, പൈൽസിൻ്റെ മാത്രമല്ല ഏത് രോഗത്തിലും. അപ്പോൾ അതുകൊണ്ട് പൈൽസ് രോഗവും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ജീവിതശൈലി, ചിട്ടയായ ജീവിതക്രമം, ആഹാരക്രമം, നാര് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, മാനസിക പിരിമുറുക്കം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇനി നമുക്കിതിൻ്റെ രോഗനിർണയത്തിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ ഇത്തരത്തിലുള്ള ഏത് രക്തസ്രാവത്തിൻ്റെ കാരണവും കണ്ടെത്താൻ വിശദമായിട്ടുള്ള ഒരു OP പരിശോധനകളിലൂടെ ഒരു ഡോക്ടർക്ക് സാധിക്കും. BP നോക്കുക, ലിംഫ് നോഡ് അല്ലെങ്കിൽ കഴലകളുടെ പരിശോധന, വയറിനുള്ളിലുള്ള മുഴകളോ മറ്റോ ഉണ്ടോ എന്നുള്ള അബ്ഡോമിനൽ എക്സാമിനേഷൻ തുടങ്ങിയവ ചെയ്തതിന് ശേഷം പെർറക്ടൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന വിരൽ കടത്തിയുള്ള പരിശോധന വഴി മലദ്വാരത്തിനുള്ളിലേക്ക് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും, പൈൽസ് ആയാലും ക്യാൻസർ ആയാലും മറ്റു മുഴകളായാലും എല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇനി അതിനുള്ളിലോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പലതരത്തിലുള്ള ഉപകരണങ്ങളും ഇന്ന് ലഭ്യമാണ്. പൈൽസിന് വേണ്ടിയുള്ള പരിശോധന, ഒരു ചെറിയ ട്യൂബ്, 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ ട്യൂബ് മലദ്വാരത്തിനുള്ളിലേക്ക് വേദനയില്ലാതെ കയറ്റി ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പൈൽസിനെ അതിലൂടെ കാണാൻ സാധിക്കും. പൈൽസ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതിനപ്പുറത്തോട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ വരെ നമ്മൾ ഉടനെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് മുകളിലേക്ക് കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത ടെസ്റ്റ് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ചെറിയ ട്യൂബ് മലദ്വാരത്തിനുള്ളിലൂടെ, രോഗിയെ മയക്കേണ്ട ആവശ്യമില്ല, വെറുതെ OP കിടത്തിയാൽ മതി, അകത്തൂടെ കയറ്റി 60-65 സെൻറ്റിമീറ്റർ വരെ ഇതിലൂടെ കണ്ട് രോഗം കാണാൻ പറ്റും. ഈ എൻഡോസ്കോപ്പ് കടത്തുമ്പോൾ നമ്മൾ ഈ മുറിയിലുള്ള കാര്യങ്ങൾ മുറിക്കകത്ത് കയറി കാണുന്നത് പോലെ വൻകുടലിൻ്റെ അകത്ത് നമ്മൾ ക്യാമറയുമായി ഈ ട്യൂബ് അകത്ത് കയറി ക്യാമറയിലൂടെ ഒരു വീഡിയോ മോണിറ്ററിലേക്ക് എല്ലാ കാരണങ്ങളും വിശദമായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ്. ചെറിയ ട്യൂമർ മുതൽ പുണ്ണ്, എന്ത് അസുഖമുണ്ടെങ്കിലും, കുടലിനുള്ളിൽ എന്ത് അസുഖമുണ്ടെങ്കിലും ഈ ചെറിയ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പം ഈ ഫ്ലെക്സിബിൾ സിഗ്മോഡോസ്കോപ്പി ചെയ്തു, അത് 65 സെൻറ്റിമീറ്റർ കണ്ടു. അതിനപ്പുറവും എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നി, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒത്തിരി പേർക്ക് ക്യാൻസർ ഉള്ള ഒരു രോഗിയാണ്, എന്നിട്ടും ഡോക്ടർക്ക് സംശയമാണ് എന്തോ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, രോഗിക്ക് പ്രത്യേക തരത്തിലുള്ളൊരു മരുന്ന് കൊടുത്ത് വയറിളക്കി വയറ് മുഴുവൻ കഴുകി വൃത്തിയാക്കും. എന്നിട്ട് ഇതിനപ്പുറത്തുള്ള വേറൊരു ട്യൂബ് ഇട്ട് വൻകുടൽ മുഴുവൻ, ചെറുകുടലിൻ്റെ അവസാന ഭാഗം വരെ അകത്ത് കയറ്റി നേരിട്ട് കാണുവാനും ബയോപ്സികൾ എടുക്കുവാനും, ചെറിയ മുഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിച്ച്, അല്ലെങ്കിൽ ചെറിയൊരു പ്രത്യേക സ്നെയർ എന്ന് പറഞ്ഞ ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി ഇത് എടുത്ത് പരിശോധനയ്ക്ക് അയക്കുവാനുള്ള സംവിധാനങ്ങൾ ഗാസ്ട്രോഎൻട്രോളജി സെറ്റപ്പുള്ള, അതായത് ഉദരരോഗ ചികിത്സാ സൗകര്യങ്ങളുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് ലഭ്യമാണ്. ഇത്തരം എൻഡോസ്കോപ്പുകളിലൂടെയും സിഗ്മോഡോസ്കോപ്പുകളിലൂടെയും നമുക്കിന്ന് അകത്ത് കയറി കാണുന്ന അതേ കൃത്യതയോടുകൂടി തന്നെ വൻകുടലിനകത്തെ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളും ചില ഘട്ടങ്ങളിൽ ഇതിൻ്റെ രോഗനിർണയത്തിന് വേണ്ടി വന്നേക്കാം, ഒരു തുടർ പരിശോധന എന്ന നിലയിൽ. അപ്പോൾ നമ്മൾ ഈ പൈൽസ് രോഗം തടയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതിൻ്റെ ചികിത്സ. പ്രധാനമായിട്ടുള്ളത് ചെറിയ പൈൽസ് മാത്രമേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കും പോകാതിരിക്കുക. അതിന് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തി നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. നാരുകൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ചില പ്രത്യേക പൊടികൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വെള്ളത്തിൻ്റെ അകത്ത് കലക്കി രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാര് ശരീരത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ഉണ്ട്.
മലത്തിനെ തന്നെ കട്ടി കുറയ്ക്കുന്ന ചില മരുന്നുകളുണ്ട്. അവയെ കഴിച്ച് മലബന്ധം ഒഴിവാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം പ്രാരംഭ ദിശയിലുള്ള പൈൽസ് രോഗത്തിൻ്റെ ചികിത്സകളാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നല്ല ശോധന കിട്ടാനായിട്ട് ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ വയറിളകാനുള്ള ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ജീറിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ളവർ അല്ലെങ്കിൽ ഈ വയസ്സായ ആളുകൾക്കാണ് ഈ ഒരു പ്രവണത നാം കൂടുതലായിട്ടും കാണുന്നത്. ഇത് പക്ഷേ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. നമ്മുടെ കുടലിന് അതിൻ്റേതായിട്ടൊരു താളമുണ്ട്. ഈ കുടൽ ഒരു താളത്തിൽ ഈ നമ്മുടെ ശരീരത്തിലെ അവശിഷ്ടങ്ങളെ കൊണ്ടുവന്ന് മലാശയത്തിൽ കൊണ്ടുവന്ന് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളും. ഇതേ സമയം നമ്മൾ മുകളിൽ നിന്ന് വയറിളക്കാനുള്ള മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകും, പക്ഷേ ഈ കുടലിൻ്റെ താളം തെറ്റും. അങ്ങനെ കഴിച്ച് വരുന്ന അവസാനമാകുമ്പോഴത്തേന് കുടലൊരു വെറും റബ്ബർ ട്യൂബ് പോലെ കിടക്കും. എന്ത് മരുന്ന് കഴിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല. ഈ അവസാനം ഈ വയറിളക്കുന്ന മരുന്ന് കഴിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ എന്നുള്ള അവസ്ഥ വരും. വയറിളക്കുന്ന പല പ്രത്യേക തരത്തിലുള്ള ലേഹ്യങ്ങളും പല മരുന്നുകളുമുണ്ട്. ഇവയെല്ലാം കുടലിൻ്റെ അകത്തുള്ള ആവരണത്തിന് ദോഷം ചെയ്യും. ഈ കുടലിലെ ആവരണം എന്ന് പറയുന്നത് നമ്മുടെ വായിലുള്ള ആവരണം പോലെ വളരെ നേർത്ത ഒരു ആവരണമാണ്. ശക്തി കൂടിയ മരുന്നുകൾ, വയറിളക്കാനുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കുടലിൽ വ്രണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് രോഗികൾ പ്രശ്നത്തിൽപ്പെടും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വയറിളക്കാനുള്ള ഗുളികകൾ അല്ലെങ്കിൽ ലാക്സേറ്റീവുകൾ അനാവശ്യമായി കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. പകരം ചിട്ടയായ ആഹാരക്രമം സ്വീകരിക്കുക. ഇനി ഈ പൈൽസിൻ്റെ ചികിത്സയിൽ ഗുളികകൾ അതുപോലെ ഓയിൻമെൻറ്റ് ഇവയുടെ സ്ഥാനം എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ പുതിയതായിട്ട് ഈ മലാശയത്തിലുള്ള സിരകളുടെ വോളിന്, അതായത് ഭിത്തിക്ക് ശക്തി പകരാനുള്ള ചില മരുന്നുകൾ, ടാബ്ലറ്റ്സ് ഉണ്ട്. പക്ഷേ ശാസ്ത്രീയമായ ഒരു വലിയ അടിസ്ഥാനം ആ ചികിത്സയ്ക്ക് ഇല്ല. ഇപ്പം പൈൽസ് പുറത്തേക്ക് തള്ളി വന്നു, അകത്തേക്ക് കയറുന്നില്ല, വേദനയും വിങ്ങലും ഒക്കെ ഉണ്ടെങ്കിൽ ചില പ്രത്യേക ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ പൈൽസ് കുറഞ്ഞു കിട്ടും. പക്ഷേ ഒരു ഓയിൻമെൻറ്റും പൈൽസിനെ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന് ഇതുവരെ ഒരു ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പൈൽസ് രോഗവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് പറയുന്നത് ശസ്ത്രക്രിയയാണ്. അതുപോലെ തന്നെ ഭയക്കുന്നതും ശസ്ത്രക്രിയയാണ്. വാസ്തവത്തിൽ പൈൽസിൻ്റെ ചികിത്സയിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് എന്താണ് സ്ഥാനം? പൈൽസിൻ്റെ ചികിത്സയിൽ ശസ്ത്രക്രിയയ്ക്ക് വളരെ ചെറിയൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ. വളരെ അപൂർവമായിട്ട് മാത്രമേ പൈൽസിന് ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുമുള്ളൂ. പലപ്പോഴും പല പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ശസ്ത്രക്രിയ കൂടാതെ പൈൽസ് ചികിത്സിച്ച് ഭേദമാക്കുമെന്ന്. അതിൽ യാതൊരു വാസ്തവമില്ല. കാരണം ശസ്ത്രക്രിയ വളരെ അപൂർവമായിട്ട് ആവശ്യം വരാറുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യം ഒഴിവാക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോഴത്തെ കാലത്ത് മരുന്നുകൾ കൊണ്ട് മലബന്ധം ഒഴിവാക്കി പൈൽസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായ ചില പ്രത്യേക ചെറിയ ചികിത്സാവിധികളുണ്ട്. അത് ഒന്ന്, പൈൽസിനകത്തേക്ക് ചെറിയൊരു മരുന്ന് കുത്തിവെച്ച് പൈൽസ് കരിച്ചു കളയുന്നതാണ് ഒന്ന്, സ്ക്ലീറോതെറാപ്പി എന്ന് പറയും. രണ്ട്, പൈൽസിൻ്റെ കടയ്ക്കൽ അല്ലെങ്കിൽ പൈൽസിൻ്റെ തുടങ്ങുന്ന സ്ഥലത്ത് പ്രത്യേക റബ്ബർ ബാൻഡുകളിട്ട് പൈൽസിനെ ഞെരുക്കി കളഞ്ഞുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് കോയാഗുലേഷൻ കൊണ്ട് പൈൽസിനെ കരിച്ചു കളയുന്നൊരു ടെക്നിക്കുണ്ട്. പിന്നീടാണ് ശസ്ത്രക്രിയ വരുന്നുള്ളൂ. ഈ പറഞ്ഞവയെല്ലാം തന്നെ പൈൽസിനായുള്ള പ്രത്യേക ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രൊസീജിയറുകളാണ്. അല്ലാതെ രോഗിയെ ബോധം കെടുത്തി മയക്കിയതിനു ശേഷമുള്ള ശാസ്ത്രീയമായ ഓപ്പറേഷനുകളോ ശസ്ത്രക്രിയകളോ അല്ല ഇവ. അപ്പം അതുകൊണ്ട് ഇവ ശസ്ത്രക്രിയയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ പ്രത്യേക ടെക്നിക്കുകൾ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. അമേരിക്കൻ സൊസൈറ്റി ഓഫ് കോളോറക്ടൽ സർജൻസ് അംഗീകരിച്ച ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള ചികിത്സാവിധികളാണ് ഞാനിപ്പോൾ പറയുന്നത്. ചെറിയ പൈൽസിന് സാധാരണയായി ചെയ്യാവുന്നത്, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാവിധിയാണ്. ഒരു സിറിഞ്ചിൽ, ഗബ്രിയൽ സിറിഞ്ച് എന്നാണ് ഈ സിറിഞ്ചിൻ്റെ പേര്. ഈ സിറിഞ്ചിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്ന് ഫില്ല് ചെയ്തിട്ട് ആയിട്ട് തന്നെ രോഗിയെ ചരിച്ച് കിടത്തി മലദ്വാരത്തിൽ പൈൽസിനുള്ളിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്യുമ്പം വേദന എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല. കാരണം വേദന അറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇത് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ മരുന്നിന് വെറും 80 രൂപയെ വിലയുള്ളൂ. ഈ ഇഞ്ചക്ഷൻ വളരെ ചിലവ് കുറഞ്ഞ ഒന്നാണ്. ഇതാണ് പലപ്പോഴും പല സെൻ്ററുകളിലും കരിക്കൽ എന്ന പേരിൽ 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും മാർക്കറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാവിധി. വലിയ പൈൽസിനും ഇത് ഉപയോഗിക്കാം. വളരെ നിസ്സാരമായ ചിലവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സൗകര്യങ്ങൾ. സാധാരണ ഇതിൽ യാതൊരു കോംപ്ലിക്കേഷൻസും ഇതുമൂലം ഉണ്ടാകാറില്ല. ഇതേപോലെ ചെറിയ പൈൽസിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി പൈൽസിന് ചെയ്യാവുന്ന വേറൊരു ചികിത്സാവിധിയാണ് ബാൻഡിങ് എന്നത്. ഇതൊരു ബാരൻസ് ബാൻഡിങ് അപ്പാരറ്റസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു സാധാരണ രീതിയിലുള്ള റബ്ബർ ബാൻഡ് ഇതിലേക്ക് കടത്തും. ഇവിടെ എത്തിയതിനു ശേഷം മലദ്വാരത്തിനുള്ളിലേക്ക് ഇത് കടത്തി പൈൽസിനെ ഇതിലൂടെ പിടിച്ച് ആ റബ്ബർ ബാൻഡിനെ പൈൽസിൻ്റെ കടയ്ക്കൽ ഇട്ടുവെക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ കഴിയുമ്പോഴേക്കും പൈൽസ് ദ്രവിച്ച് പുറത്തേക്ക് പോകും. ഇതിനാണ് ബാൻഡിങ് എന്ന് പറയുന്നത്. ഇതും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാവിധിയാണ്. വേദനയില്ല,
ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യവുമില്ല. ക്രയോതെറാപ്പി വളരെ കാലം മുമ്പ് അത് വളരെ പ്രചാരത്തിലിരുന്നതാണ്. പക്ഷേ ക്രയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് രോഗിക്ക് സ്ഥിരമായിട്ട് ഒരു പ്രത്യേകത്തിലുള്ള സ്രവം മലദ്വാരത്തിലൂടെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പല സെൻറ്റേഴ്സിലും ക്രയോതെറാപ്പി ഇപ്പോൾ ചെയ്യാറില്ല. ലേസർ ചികിത്സയും ഇപ്പോൾ വളരെ വില കൂടിയതായതുകൊണ്ടും പ്രത്യേകിച്ചൊരു പ്രയോജനം ഇല്ലാത്തതിനാലും ലേസർ ചികിത്സയും പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. ഈ പറഞ്ഞ പ്രൊസീജിയറുകളുടെ എല്ലാം സക്സസ് റേറ്റ് അല്ലെങ്കിൽ വിജയ സാധ്യത എന്ന് പറയുന്നത് 75 മുതൽ 80% വരെയാണ്. ഈ പ്രൊസീജിയറുകളൊന്നും തന്നെ ഈ പൈൽസ് രണ്ടാമത് വരുന്നത് തടയുമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാനും സാധിക്കില്ല. ഇനി എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈ പൈൽസിനായുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടതെന്ന് വെച്ചാൽ പൈൽസ് വളരെ വലിപ്പമുള്ളപ്പോഴും അതുപോലെ തന്നെ രക്തസ്രാവം മറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊസീജിയറുകൾ വഴി നിർത്താൻ സാധിക്കാതെ വരുമ്പോഴുമാണ്. 2 തരത്തിലുള്ള ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ ശാസ്ത്രീയമായി ഇതിന് നിലവിലുള്ളത്. ഒന്ന് സാധാരണ രീതിയിലുള്ള ശസ്ത്രക്രിയ. അത് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം രോഗി കിടക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് വേദന അനുഭവപ്പെട്ടെന്നിരിക്കാം. അപ്പം അത് കൺവെൻഷണൽ ഹെമറോയിഡക്ടമി എന്നാണ് അതിൻ്റെ പേര്. അതിൽ ചെയ്യുന്നത് പൈൽസിനെ പൂർണ്ണമായി പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഹൈ സക്സസ് റേറ്റാണ് പൈൽസിൻ്റെ ഓപ്പറേഷൻ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ചികിത്സാവിധിയാണ് സ്റ്റേപ്ലർ ചികിത്സ എന്ന് പറയുന്നത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ മാത്രം ലഭ്യമായിരുന്ന ചികിത്സാ രീതി ഇപ്പം നമ്മുടെ ഇവിടെയും പ്രാബല്യത്തിലുണ്ട്. ഇത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കടത്തിയിട്ട് മലദ്വാരത്തിനുള്ളിലൂടെ കലർത്തിയിട്ട് ഇതിനകത്തേക്ക് പൈൽസിനെ തയ്ച്ച് ഇതിനകത്തുള്ളിലാക്കും. എന്നിട്ട് ഇത് അടുപ്പിച്ച് കഴിയുമ്പോൾ പൈൽസ് ഈ മെഷീനുള്ളിലാകുന്നു. അങ്ങനെ ശേഷം ഇതിനെ ഫയർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പൈൽസിനെ കട്ട് ചെയ്ത് കളയുകയും അവിടെ മലദ്വാരത്തിലുള്ള മെംബ്രെയിൻസിനെ യോജിപ്പിച്ച് വെക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റും. വേദനയില്ല, വിശ്രമകാലം വളരെ കുറവാണ്. അതേസമയം മേജർ ഓപ്പറേഷൻ്റെ തുല്യമായ ഫലം ലഭിക്കുകയും ചെയ്യും. ആകെയുള്ള പ്രശ്നം ഈ ഉപകരണത്തിന് ഇറക്കുമതി ചെയ്യുന്നതായതുകൊണ്ട് വളരെ വിലയേറിയതാണ്. ഈ സ്റ്റേപ്ലർ ചികിത്സയ്ക്ക് പറയുന്നത് മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ എന്നാണ്. മേൽപ്പറഞ്ഞ പല ഗുണങ്ങളുമുള്ള ഈ സ്റ്റേപ്ലർ ചികിത്സ ഇന്ന് നമ്മുടെ കേരളത്തിലും ലഭ്യമാണ്. പക്ഷേ സെലക്റ്റഡ് ആയിട്ടുള്ള ഏതാനും ചില ആശുപത്രികളിൽ മാത്രമേ ഈ സൗകര്യം ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. ആരോഗ്യ മേഖലയിലെ തന്നെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു രോഗവിഭാഗമാണ് ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയവ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദിവസേന എന്നോണം അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം രോഗത്തിനായുള്ള ചികിത്സകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഏത് പത്രമെടുത്ത് നോക്കിയാലും റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും മൂലക്കുരുവിന് ശസ്ത്രക്രിയ കൂടാതെ ചികിത്സ എന്നൊക്കെ ധാരാളം ബോർഡുകളും പരസ്യങ്ങളും കാണാം. അത് ലോകത്തിൻ്റെ മൊത്തം സ്ഥിതി തന്നെയാണ് എന്ന് വേണം കരുതാൻ. കാരണം നമ്മൾ ഇൻ്റർനെറ്റിൽ വെറുതെ ഒന്ന് പൈൽസ് ചികിത്സ എന്ന് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ, സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 ലക്ഷം സൈറ്റേഷൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചികിത്സ പലപ്പോഴും അപകടകരമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയ ഡ്രസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും പൂർണ്ണമായും അണുവിമുക്തമാക്കിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം സെൻറ്ററുകളിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കൂടാതെ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ തരം ചികിത്സാ രീതികൾ അവർ നടപ്പിലാക്കുന്നത്. അപ്പം ഞാനൊരു രോഗിയാണ്, പൈൽസ് ചികിത്സയ്ക്ക് പോവുകയാണ് ഇത്തരം ഒരു സ്ഥലത്തേക്കെങ്കിൽ എനിക്ക് മുമ്പേ അവിടെ ചികിത്സിക്കപ്പെട്ട ആൾക്ക് എയ്ഡ്സ് ഉണ്ടാവാം, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം, ടെറ്റനസ് ഉണ്ടാവാം. ഇതെല്ലാം എനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെയും ഗുരുതരമായ പ്രശ്നം, ഈ രക്തസ്രാവം ഉണ്ടാകുന്നത് മുഴുവൻ പൈൽസ് ആണെന്ന വ്യാജേന എന്ന് വിചാരിച്ച് ഇവർ ക്യാൻസർ രോഗം പോലും കയറി ചികിത്സിക്കും. ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എൻ്റെ ഹോസ്പിറ്റലിൽ മാത്രം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ചികിത്സ തേടി കോംപ്ലിക്കേഷനായിട്ട് വന്ന രോഗികളുടെ എണ്ണം 12 ആണ്. അപ്പം ബാക്കിയുള്ള കേരളത്തിലെ